പൗർണമിചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. അർജുനൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ശ്രീ എം കെ അർജുനൻ ജനിച്ചത് 1936 ആണ്ട് മാർച്ച് 1 കൊച്ചിയിലെ ചിരട്ടപ്പാലം എന്ന സ്ഥലത്താണ്. കൊച്ചുകുഞ്ഞിൻ്റെയും പാറുവിൻ്റെയും 14 മക്കളിൽ ഏറ്റവും ഇളയ മകനായാണ് ജനിച്ചത്. അർജുനന് വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവിൻ്റെ വിയോഗം നേരിടേണ്ടി വന്നു. ഭർത്താവിൻ്റെ നിര്യാണത്തെ തുടർന്ന് നിത്യവൃത്തിക്ക് കഷ്ടപ്പെടേണ്ടി വന്നു പാറുവിന്. അവർ അർജുനനെയും കൂടപ്പിറപ്പായ പ്രഭാകരനെയും കൂട്ടി പളനിയിലുള്ള ജീവകാരുണ്യാനന്ദ ആശ്രമത്തിൽ പോവുകയും അവരെ അവിടെ ചേർക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് അർജുനൻ സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം അർജുനൻ മറ്റു കുട്ടികളോടൊപ്പം ഭജനയിൽ പങ്കെടുക്കുമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ശ്രീ കുമാരയ്യ പിള്ളയുടെ കീഴിൽ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങി. വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീത സംവിധാനത്തിൽ അദ്ദേഹം മുഴുകിയിരുന്നു. അമച്ചർ നാടകങ്ങൾക്ക് സംഗീതം നൽകിയായിരുന്നു തുടക്കം. അത് കഴിഞ്ഞ് പ്രൊഫഷണൽ നാടക ട്രൂപ്പുകളായ ചങ്ങനാശ്ശേരി ഗീത, പീപ്പിൾസ് തിയേറ്റർ, കാളിദാസ കലാകേന്ദ്രം, ദേശാഭിമാനി തിയേറ്റേഴ്സ്, ആലപ്പി തിയേറ്റേഴ്സ്, KPSC എന്നീ നാടക സമിതികളുടെ 300ഓളം നാടകങ്ങൾക്കായി 800ഓളം പാട്ടുകൾ അദ്ദേഹം ചിട്ടപ്പെടുത്തി. K. രാഘവൻ, G. ദേവരാജൻ, MS ബാബുരാജ് എന്നിവർ അരങ്ങുവാണിരുന്ന കാലഘട്ടത്തിലാണ് സിനിമാ സംഗീത സംവിധാനത്തിൽ അർജുനൻ മാഷിൻ്റെ വരവ് തന്നെ അദ്ദേഹം ഗംഭീരമാക്കി. 1968 പുറത്തിറങ്ങിയ കറുത്ത പൗർണമി എന്ന ചിത്രത്തിലൂടെ അർജുനൻ മാഷ് തൻ്റെ വരവ് മലയാള സിനിമാ സംഗീത ലോകത്തിന് അറിയിച്ചു കൊടുത്തു. ശ്രീകുമാരൻ തമ്പിയുമായുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ട് അദ്ദേഹത്തിന് ഒരു സുവർണ കാലഘട്ടം. 50ഓളം സിനിമകളിൽ ഇവർ ഒന്നിച്ചിട്ടുണ്ട്. AR റഹ്മാനെ കീബോർഡ് വായിക്കാൻ ആദ്യമായി അവസരം കൊടുത്തത് അർജുനൻ മാഷായിരുന്നു. 50ഓളം വർഷങ്ങൾ മലയാള സിനിമാ സംഗീത ലോകത്ത് വാണിരുന്ന അദ്ദേഹം 2020 ഏപ്രിൽ 6-ാം തീയതി ഈ സംഗീത ലോകത്തോട് വിട പറഞ്ഞു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ആദ്യത്തെ ഗാനം ആലപിക്കുന്നത് രാധികയാണ്. അന്വേഷണം എന്ന ചിത്രത്തിലെ ഒരു മനോഹരമായ ഗാനം. ചന്ദ്രരശ്മിതൻ ചന്ദനനിധി. രചന ശ്രീകുമാരൻ തമ്പി. അർജുനൻ മാഷ് ഈണമിട്ട ഈ മനോഹര ഗാനം പാടിയിരിക്കുന്നത് P. സുശീലയാണ്.
രാവുണർന്നു. അവളുടെ രൂപം മാറിലമർന്നു. ആദ്യത്തെ മധുവിധു രാവുണർന്നു. രാവുണർന്നു. ചന്ദ്രരശ്മിതൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപീട. അടുത്ത ഗാനം ആലപിക്കുന്നത് അനിലാണ്. അനിൽ പാടാൻ പോകുന്ന പാട്ട് സിന്ദൂരം തുളിക്കുന്ന തിരുനെറ്റിയിൽ എന്ന ഗാനമാണ്. ചിത്രം ചട്ടമ്പി കല്യാണി, രചന ശ്രീകുമാരൻ തമ്പി, അർജുന മാഷി ഇടമിട്ട് യേശുദാസ് ആലപിച്ച മനോഹരമായ ഗാനങ്ങൾ കേൾക്കാം. അതിനോടൊപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഞാൻ കരുതുന്നു. സിന്ദൂരം തുടിക്കുന്ന തിരുനെറ്റിയിൽ ഒരു ചുംബനം തന്നാൽ പിണങ്ങുമോ നീ? സിന്ദൂരം തുടിക്കുന്ന തിരുനെറ്റിയിൽ ഒരു ചുംബനം തന്നാൽ പിണങ്ങുമോ നീ? ഒരു ചുംബനം, ഒരു സാന്ത്വനം, ഒരു സ്നേഹ സമ്മാനം. സിന്ദൂരം തുടിക്കുന്ന തിരുനെറ്റിയിൽ കനകാംബരപ്പൂക്കൾ കവിതകൾ പാടും കാർക്കൂന്തലിൻ കേട്ടിൽ ഒരു വർണ്ണത്തേൻ വണ്ടായി ഒരു ഗാന പല്ലവിയ പറന്നു വന്നുമ്മ വച്ചാൽ പരിഭവിച്ചിടുമോ, പരിഭവിച്ചിടുമോ നീ? സിന്ദൂരം തുടിക്കുന്ന തിരുനെറ്റിയിൽ ഒരു ചുംബനം തന്നാൽ പിണങ്ങുമോ നീ? ഒരു ചുംബനം, ഒരു സാന്ത്വനം, ഒരു സ്നേഹ സമ്മാനം. സിന്ദൂരം തുടിക്കുന്ന തിരുനെറ്റിയിൽ മണിമുത്തുമാലകൾ മഹിതമെന്നോതും വാർമലർ മുകുളങ്ങൾ പരിഹാസവാക്കിനാലോ പരിരംഭണത്തിനാലോ മമഹൃത്തോടടുപ്പിച്ചാൽ മതിമറന്നിടുമോ, മതിമറന്നിടുമോ നീ?
സിന്ദൂരം തുടിക്കുന്ന തിരുനെറ്റിയിൽ ഒരു ചുംബനം തന്നാൽ പിണങ്ങുമോ നീ? ഒരു ചുംബനം, ഒരു സാന്ത്വനം, ഒരു സ്നേഹസമ്മാനം. സിന്ദൂരം തുടിക്കുന്ന തിരുനെറ്റിയിൽ. അടുത്ത ഗാനം ആലപിക്കുന്നത് ദീപയാണ്. ദീപ പാടാൻ വന്ന പാട്ട് ദ്വാരകെ ദ്വാരകെ എന്ന ഗാനമാണ്. ചിത്രം ഹലോ ഡാർലിംഗ്. വയലാർ രചിച്ച് അർജുന മാഷെ ഇടപെട്ട് പി സുശീല മനോഹരമാക്കിയ ഈ ഗാനം കേൾക്കാം. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അടുത്ത പാട്ടിലേക്ക് കിടക്കാം. ദ്വാരകേ ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാനഗോപുരമേ, കോടി ജന്മങ്ങളാൽ നിൻ സ്വരമണ്ഡപം തേടി വരുന്നു മീരാ, നൃത്തമാടി വരുന്നു മീരാ. ദ്വാരകേ ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാനഗോപുരമേ. അഷ്ടമംഗല്യവുമായി അമൃത കലശവുമായി അഷ്ടമിരോഹിണി അണയുമ്പോൾ, വാതിൽ തുറക്കുമ്പോൾ ഇന്ന് ചുണ്ടിൽ ഇതുകുല പൂജിക്കുവാൻ വന്നു ശ്രീപദം പൂജിക്കുവാൻ വന്നു മീരാ മീരാ. നാഥന്റെ ആരാധികയാ മീരാ. ദ്വാരകേ ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാനഗോപുരമേ. അങ്കുലിലാളനത്തിൽ അധര കീർത്തനങ്ങൾ കങ്കര പൂങ്കുഴൽ ചലിക്കുമ്പോൾ, പാടാൻ കൊതിക്കുമ്പോൾ എന്റെ പ്രേമം ധൃതി സുഖസാരേ പാടി പൂജിക്കുവാൻ വന്നു ശ്രീപദം പൂജിക്കുവാൻ വന്നു മീരാ മീരാ. നാഥന്റെ ആരാധികയാ മീരാ. ദ്വാരകേ ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാനഗോപുരമേ, കോടി ജന്മങ്ങളാൽ നിൻ സ്വരമണ്ഡപം തേടി വരുന്നു മീരാ, നൃത്തമാടി വരുന്നു മീരാ. ദ്വാരകേ ദ്വാരകേ. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ എന്ന ഗാനമാണ് അടുത്തത്. ഇത് പാടാൻ പോകുന്നത് ജ്യോതിശ്രീയാണ്. ചിത്രം ആശീർവാദം. ഭരണിക്കാവ് ശിവകുമാർ രചിച്ച് അർജുന മാഷി ഇണമിട്ട ഈ ഗാനം പാടിയിരിക്കുന്നത് വാണി ജയറാമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത നോട്ടിഫിക്കേഷന് വേണ്ടി. ഇനിയും പുതിയ പുതിയ പ്രോഗ്രാമും പുതിയ പുതിയ ഗായകരെ ഞാൻ പരിചയപ്പെടുന്നതാണ്. ദയവായി ലൈക്ക് ചെയ്യുക,
അടുത്ത പാട്ടിലേക്ക് കിടക്കാം. അടുത്ത ഗാനത്തിലേക്ക് കിടക്കാം. ഷഹീറാണ് അടുത്ത ഗാനം ആലപിക്കുന്നത്. പൗർണമി ചന്ദ്രിക തൊട്ട് വിളിച്ചു എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം. യേശുദാസ് ആലപിച്ച ഈ ഗാനം റെസ്റ്റോസ് എന്ന ചിത്രത്തിലെയാണ്. ശ്രീകുമാരൻ തമ്പി രചിച്ച് അർജുന മാഷി ഇണമിട്ട ഈ മനോഹര ഗാനം കേൾക്കാം. ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു,
അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു ആശാലതികകൾ പുഞ്ചിരിച്ചു എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. നീലോൽപല നയനങ്ങളിലൂറി നിർമ്മലരാഗതുഷാരം. നീലോൽപല നയനങ്ങളിലൂറി നിർമ്മലരാഗതുഷാരം. എന്നനുഭൂതി തിരകളിലാടി നിന്റെ കിനാവിനോളം. എന്നനുഭൂതി തിരകളിലാടി നിന്റെ കിനാവിനോളം. ഓ ഓ പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു പത്മരാഗം പുഞ്ചിരിച്ചു. അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു ആശാലതികകൾ പുഞ്ചിരിച്ചു എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. പുഷ്പിണിയായ ശതാവരി വള്ളി തൽപ്പമൊരുക്കി തെന്നൽ. പുഷ്പിണിയായ ശതാവരി വള്ളി തൽപ്പമൊരുക്കി തെന്നൽ. ഇത്തിരി മധുരം നൽകാൻ തീർക്കുക മറ്റൊരു തൽപ്പം തോഴി. ഇത്തിരി മധുരം നൽകാൻ തീർക്കുക മറ്റൊരു തൽപ്പം തോഴി. ഓ ഓ പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു പത്മരാഗം പുഞ്ചിരിച്ചു. അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു ആശാലതികകൾ പുഞ്ചിരിച്ചു എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. അടുത്ത ഗാനത്തിലേക്ക് കടക്കാം. പുഷ്പാഞ്ജലി എന്ന ചിത്രത്തിലെ നക്ഷത്രക്കിന്നരന്മാർ വിരുന്നു വന്നു എന്ന ഗാനമാണ് അടുത്തത്. പാടുന്നത് പുഷ്പ. ശ്രീമാനന്ദം വിരയിച്ച് അർജുന മാഷിയെ വിട്ട് ഈ ഗാനം ആരംഭിച്ചിരിക്കുന്നത് പി സുശീലയാണ്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ. നക്ഷത്രക്കിന്നരന്മാർ വിരുന്നു വന്നു, നവരത്ന ചിത്രവേദിയൊരുങ്ങി നിന്നു. യാമിനി മാനസവീണയിൽ സ്വാഗതഗാനം തുളുമ്പി നിന്നു.
അവസാന ഗാനത്തിലേക്ക് കടക്കാം. യാമിനി എന്ന ചിത്രത്തിൽ ഗാനം EJ രചിച്ച് അർജുന മാഷ് ഈണമിട്ട് യേശുദാസ് ആലപിച്ച സ്വയംവര കന്യകെ സ്വപ്ന ഗായികെ എന്ന ഗാനമാണ് പാടുന്നത് സുൽഫിക്കർ. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് നല്ല നല്ല പാട്ടുകളുമായി ഇനിയും വരുന്നുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. സ്വയംവര കന്യകേ സ്വപ്നഗായികേ സഖി സ്വർഗ കവാടം തുറക്കൂ, സപ്തസ്വരങ്ങൾ മുഴക്കൂ, സ്വയംവര കന്യകേ. നിൻചൊടിയിലടങ്ങാത്ത മധുരമുണ്ടോ, നിന്റെ പുഞ്ചിരിയിൽ വിടരാത്ത വസന്തമുണ്ടോ, നിൻചൊടിയിലടങ്ങാത്ത മധുരമുണ്ടോ, നിന്റെ പുഞ്ചിരിയിൽ വിടരാത്ത വസന്തമുണ്ടോ, സുന്ദരീ നിൻരാഗസന്ധികൾ പാടാത്ത ഗന്ധർവ ഗാനങ്ങളുണ്ടോ, ഗന്ധർവ ഗാനങ്ങളുണ്ടോ, സ്വയംവര കന്യകേ സ്വപ്നഗായികേ സഖി സ്വർഗ കവാടം തുറക്കൂ, സപ്തസ്വരങ്ങൾ മുഴക്കൂ, സ്വയംവര കന്യകേ. നിന്മതിയിലുണരാത്ത കഥകളുണ്ടോ, നിന്റെ കൺമുനയിൽ വിടരാത്ത കവിതയുണ്ടോ, നിന്മതിയിലുണരാത്ത കഥകളുണ്ടോ, നിന്റെ കൺമുനയിൽ വിടരാത്ത കവിതയുണ്ടോ, കൺമണി നിൻമോഹഗംഗയിൽ പൊങ്ങാത്ത സ്വർണ്ണ മരാളങ്ങളുണ്ടോ, സ്വർണ്ണമരാളങ്ങളുണ്ടോ, സ്വയംവര കന്യകേ സ്വപ്നഗായികേ സഖി സ്വർഗ കവാടം തുറക്കൂ, സപ്തസ്വരങ്ങൾ മുഴക്കൂ, സ്വയംവര കന്യകേ.